എടി ആ ഷോപ്പിന്റെ പേര് നോക്ക്, മീശ. കണ്ടു ചേച്ചി. വാ വാ, ഞാനില്ലേ. എനിക്ക് പേടിയുണ്ടായിട്ടല്ല, ധൈര്യം കൊണ്ടൊരു വേറെ. അവിടെ പോയി നോക്കാം നമുക്ക്. ഡി കണ്ടോ, ഇവിടെ ജോലിക്ക് ആൾ ആവശ്യമുണ്ടെന്ന്. നമുക്ക് ചോദിച്ചു നോക്കാം. സർ, ഇവിടെ ജോലിക്ക് ആൾ ആവശ്യമുണ്ടെന്ന് കേട്ടു. നിങ്ങളിതിലേതാ? ആണോ പെണ്ണോ? വിട് വിട്, നിങ്ങൾക്ക് പറ്റിയ പണി റെയിൽവേ സ്റ്റേഷന്റെ പുറകിലാ. ചെല്ല്. പോകാം നമുക്ക്, ഇനിയും കൂടുതൽ പരിഹസിക്കപ്പെടുന്നതിന് മുമ്പ്. ആ ശരി, ഓക്കെ. ആ എന്നാ ശരി, നിങ്ങട്ടെ വാ മോനെ. ആ കവറുകളുടെ ഡിക്കിലേക്ക് വെച്ചോ. ഇന്നെന്താ ചേട്ടാ ഇത്ര ധൃതി? സാധാരണ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോവാറ്? അയ്യോ, എന്തെങ്കിലും പറ്റിയോ? വാ മോളെ, വാ. എനിക്ക് ഭാഗ്യം, ഒന്നും പറ്റിയില്ല. മക്കൾക്ക് ചോക്ലേറ്റ് തരാട്ടാ, പേടിക്കണ്ടേ. ലാൻസി, കുട്ടികളോട് പോയി? ചേച്ചി, ഇതാ ഉണ്ണിയെ പിടിക്ക്. ശവങ്ങള്. ആണും പെണ്ണും കേട്ട നിങ്ങളോട് ആര് പറഞ്ഞ എന്റെ മക്കളെ എടുക്കാനും ലാളിക്കാനും? ആരാ പറഞ്ഞ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ? കടന്നു പോയന്റെ മുന്നിൽ നിന്ന്. ലാൻസി, മക്കളെ കൊണ്ട് വണ്ടി കയറ്. ഈ സമൂഹത്തെ നശിപ്പിക്കാനുണ്ടായ പാഴ് ജന്മങ്ങളാണ് നിങ്ങൾ. മാന്യമായി ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആണുങ്ങളുടെ വില കളയാനുണ്ടായി വൃത്തികെട്ട ജന്മങ്ങൾ. സാർ, സാർ, ഞങ്ങൾ എന്തിനിങ്ങനെ തല്ലുന്നു? അയ്യോ, അടിക്കല്ലേ ചേട്ടാ, അടിക്കല്ലേ. നിങ്ങളെ അടിക്കല്ലേ. നിങ്ങളെ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളെ കുട്ടികളെ പ്ലീസ്. അയ്യോ, വാ, വേഗം കയറി വാടാ. മഞ്ഞക്കിളി എന്തോ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. വാ, നമുക്ക് പോയി നോക്കാം. ശരിയാണല്ലോ, മരത്തിന്റെ ഉള്ളിൽ മുത്തിന്റെ കളർ അതുപോലെ ഇരിക്കുന്നു. അത് ശരി, മരം മുത്താണെന്ന് അതെനിക്ക് നേരത്തെ അറിയാം. ഈ മരത്തിനെ ഒരു ചെറിയ മുത്താക്കി മാറ്റാൻ എന്തെങ്കിലും വഴി കാണും. അതെന്താണെന്ന് കണ്ടുപിടിക്കാം. എന്താ ജോളി, നിനക്ക് എന്തെങ്കിലും
ചേട്ടൻ എന്താ ഇന്ന് ഇത്ര ദേഷ്യത്തില്? കുട്ടികൾ ഉറങ്ങിട്ടോ, നമുക്ക് കിടക്കാം. എന്തൊരു വിഷമം. ഹലോ, ആ ഞാൻ വരാം. ഇപ്പൊ എവിടേക്കാ ചേട്ടാ? എങ്ങോട്ടാ ഈ രാത്രിയില്? ആ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ശരി. നീ കിടന്നോ. എടി, അയാൾ വരുന്നുണ്ട്. നീയും തിരിഞ്ഞു നിന്നു. വരട്ടെ. ഹലോ വായു, ഇന്നെനിക്ക് നേരത്തെ പോകണം. വീട്ടിൽ വൈഫ് ഉറങ്ങിയിട്ടില്ല. ഇന്ന് ആദ്യം പൈസ പിടിച്ചോ. എന്താ നീയോ? അതെടാ, ഞാൻ തന്നെ. എനിക്കറിയാമായിരുന്നു നീ ഇവിടെ തന്നെ വരുമെന്ന്. കാരണം ഞാൻ നിങ്ങളെ പലപ്പോഴും ഇവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു നിത്യ സന്ദർശകൻ. നിങ്ങൾ എൻ്റെ അടുത്ത് എത്തിപ്പെട്ടില്ല, പക്ഷേ മറ്റു പലരെയും നിങ്ങൾ ഉപയോഗിച്ചു. ഞാൻ രാധിക. എൻ്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേര് രാധാകൃഷ്ണൻ എന്നായിരുന്നു. പിച്ച വെച്ച് തുടങ്ങിയ സമയം തൊട്ട് ആളുകൾ എന്നെ രാധിക എന്ന് വിളിച്ചു. അങ്ങനെ ഞാൻ ആണും പെണ്ണും ചേർന്ന ഒരു ട്രാൻസ്ജെൻഡറായി മാറി. നിങ്ങളെപ്പോലെ എത്ര പുരുഷ ജന്മങ്ങളെ ഞങ്ങൾ ദിവസവും ഇങ്ങനെ കാണുന്നു. മതി, നിർത്ത് നിന്റെ മോഹിനിയാട്ടം. എനിക്ക് സമയമില്ല നിന്റെ നപുംസക പ്രഭാഷണം കേൾക്കാൻ. ഞാൻ പോകുന്നു. നിങ്ങൾ എന്താ വിളിച്ചത്? നപുംസകമെന്നോ? എന്തും വിളിക്കാം നിങ്ങൾക്ക്. ഹിജഡ, 9, നപുംസകം, അങ്ങനെ പലതും. ഇന്ന് നഗരമധ്യത്തിൽ വെച്ച് നിങ്ങൾ എന്റെ മുഖത്തടിച്ചു, എന്റെ വയറിൽ ചവിട്ടി നൃത്തമാടി. ഈ സമൂഹത്തിൽ ഒരാളും ചോദിച്ചില്ല. രാത്രികാലങ്ങളിൽ സുന്ദരിയായ ഭാര്യയെ വീട്ടിലുറക്കി കിടത്തി. നീ ഈ പറയുന്ന ആണും പെണ്ണും കെട്ടതും 9 ഹിജഡയും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളിൽ അഭയം പ്രാപിക്കുന്ന നീയാണോടാ സമൂഹത്തിലെ മാന്യൻ? എനിക്ക് നിങ്ങളുടെ പുച്ഛമാണ്, വെറും പുച്ഛം. നിങ്ങളെക്കാൾ മാന്യത ഞങ്ങൾക്കുണ്ട്. നിങ്ങളാണ് ഈ സമൂഹത്തിലെ മനോരോഗികൾ. നിങ്ങളെയാണ് ഈ സമൂഹം കല്ലെറിയേണ്ടത്. ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഒരപേക്ഷ. ഞങ്ങളും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. കളിയാക്കലുകൾ ഏൽക്കാതെയും അപമാനമാനം ഏൽക്കാതെയും
ഇവിടെ ജീവിക്കാനുള്ള ഒരു അവകാശം അത്ര മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അത്ര മാത്രം.